സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് 4 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 9 ജില്ലകൾക്ക് യെല്ലോ അലർട്ടുമുണ്ട്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനനുണ്ട്. പ്രജിത്ത്, ഏതൊക്കെ ജില്ലകൾക്ക് എങ്ങനെയൊക്കെയാണ് മഴ മുന്നറിയിപ്പുകൾ? ലക്ഷ്മി, നിലവിൽ വന്നിരിക്കുന്ന അതായത് 1 മണിക്ക് വന്നിരിക്കുന്ന അലർട്ട് പ്രകാരം പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നു. ഇതിൽ കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പുകളൊന്നുമില്ല. നാളത്തെ ദിവസം എടുക്കുമ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തും ഓറഞ്ച് അലർട്ടും, പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. 9-ാം തീയതിയും 10-ാം തീയതിയും 11-ാം തീയതിയും ഒക്കെ ഈ രീതിയിൽ തൃശൂർ മുതൽ തെക്കോട്ടുള്ള ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടും വിവിധ ജില്ലകളിൽ ഏതാണ്ട് 4ഓളം ജില്ല 2 ജില്ലകൾ വീതം ഓറഞ്ച് അലർട്ട് വീതവും നൽകിയിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിലവിൽ കേരള തീരത്ത് നിലനിൽക്കുന്ന ഈ ചക്രവാത ചുഴിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കാരണം വരുന്ന 3-4 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത മഴ പെയ്യാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഈ തെക്കൻ കേരളത്തിന് മുകളിലാണ് നിലവിലൊരു ചക്രവാത ചുഴി രൂപപ്പെട്ട് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ മുതൽ ലക്ഷദ്വീപ് വരെ തെക്കൻ കേരളം, തമിഴ്നാട് വഴിയൊക്കെ ഒരു ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിലത്തെ ചക്രവാത ചുഴി അത് ലക്ഷദ്വീപിന് മുകളിൽ കയറി ഒക്ടോബർ 9 ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ മഴ പെയ്യാനുള്ള സാധ്യതയാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതേസമയം അടുത്ത 3 മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെയുള്ള കാറ്റിനും സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ ജാഗ്രത വേണ്ട ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് ഈ മഴ ഇങ്ങനെ ശക്തമാവുകയാണെങ്കിൽ ഈ ദുർബല മേഖലകളിലൊക്കെ നേരത്തെ ദുരന്തങ്ങളൊക്കെ ഉണ്ടായ മേഖലകളിലൊക്കെ കൂടുതൽ ശക്തമായ ജാഗ്രത നിർദ്ദേശം നൽകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.